വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിട്ടുള്ളത് സെയിൻറ്റ് ഫാഗൻ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ പേ പാർക്കിംഗ് ഉണ്ട്. 7 പൗണ്ടാണ് പേ പാർക്കിംഗ് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എൻട്രൻസ് വരുന്നത് അവിടെയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുള്ള ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് സെയ്ഫ് ഫാഗിൻ്റെ എൻട്രൻസ് വരുന്നത്. നിങ്ങൾക്ക് കാണാം, സെയ്ഫ് ഫാഗ് എന്ന് കാണാം. ഇതാണ് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ നേരത്ത് നമ്മൾ കയറി വരുമ്പോൾ എൻട്രൻസ് ആണ്. ഇത് നമുക്ക് സെയിൻറ്റ് ഫാഗിൻ്റെ ഒരു ഷോപ്പിംഗ് പോലെയാണ്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് കാണാം. ഒരു ഷോപ്പ് പോലെയാണ്. നമുക്ക് ഈ സെയിൻറ്റ് ഫാഗിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വാങ്ങാം. ഇപ്പോൾ ലോക്കറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെയൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും. അങ്ങനത്തെ ഷോപ്പാണത്. കാണാം ഇവിടെ അവാർഡ് വിന്നിങ് വെൽഷ് കോഫി. മുകളിലേക്കാണ് കാസിൽ ആൻഡ് ഗാർഡൻ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഹിസ്റ്റോറിക് ബിൽഡിങ്ങും ഗാലറീസൊക്കെ മുകളിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഗാലറിയാണ്. നമുക്ക് കാണാം ഗാലറിയിൽ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് ഗാലറിയിൽ. കാണാം ബ്രോൺസ് ഏജിൽ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഈ സാധനം. നിങ്ങൾക്ക് കാണാം, ഇത് ഡീറ്റെയിൽസ് ആണ്. ദുർഗ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം നല്ലൊരു ശില്പം, ദുർഗയുടെ ഒരു ശില്പം നമുക്ക് കാണാൻ പറ്റും. നല്ല നമ്മുടെ ഇന്ത്യൻ രീതിയിലുള്ളൊരു ശില്പം നമുക്ക് കാണാൻ പറ്റും. ഇതെന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദ സ്കൾ ആൻഡ് ജോ ബോൺ ഓഫ് എൻ. ഓ, ഇത് മറ്റേ നിയോലിത്തിക് മാൻ ഇല്ലേ, ആ നിയോലിത്തിക് മാൻ്റെ സ്കളാണ് ഇട്ടത്. കണ്ട 3700 BC അബൌട്ട് 300 BC ഒരു സ്കളാണ് വരുന്നത്. ഇതാ നിയോലിത്തിക് മാൻ്റെ എന്താ പറയുക, ഫേസ് റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. നല്ല രസമുണ്ട്. ഞാൻ ആദ്യം സാധാ ഒരു സ്കളാന്ന് വിചാരിച്ചത്. ഇങ്ങനെ വെറൈറ്റി ഇത് നിങ്ങൾക്ക് കാണാം അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ വെറൈറ്റി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ടോ, പഴയ രീതിയിലുള്ള കുറേ സാധനങ്ങളൊക്കെയാണ്. ഇതെന്തൊരു റോമൻ ഐറ്റം ഫൗണ്ട് അറ്റ് 7 Sisters നീത്ത് സൗത്ത് വെയിൽസ്. പിന്നെ ഫൗണ്ട് അറ്റ് ഹോളി നോർത്ത് വെയിൽസ് റീജിയൻ സ്റ്റോൺസ്. ഇത് പണ്ടത്തെ കോയിൻസൊക്കെയാണ്. ഇത് പണ്ടത്തെ കോയിൻസും കാര്യങ്ങളൊക്കെയാണ്. ഇത് വെയിൽസിലെ ഒരു ടൈപ്പ് ഡ്രസ്സാണത്. പണ്ടത്തേക്ക് ഒരു വെറൈറ്റി ട്രഡീഷണലായിട്ടുള്ളൊരു ഡ്രസ്സുകളൊക്കെയാണത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ബെഡ് ഗൗൺ വാസ് വോൺ ഓവർ ഫ്ലാനൽ പെറ്റിക്കോട്ട് വിത്ത് എൻ ഏപ്രൺ ഷാൾ ആൻഡ് ക്യാപ്പ്. അതാണിത്. ഇത് പഴയ ആയുധങ്ങളും കാര്യങ്ങളൊക്കെയാണ്. കുറേ പഴയ ആയുധങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണാം. ഇത് നെക്ക് പ്ലേറ്റാണ്. ഈ സ്ലേവറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന നെക്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ്. അത് 100 BC to 50 CE വരെയൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാം ഇത് ബ്രോൺസ് കവർ ഫോർ ഷീൽഡ് ബോസ്. ഡിസൈൻ ഷീൽഡ് മേഡ് വുഡ് ഓഫ് വുഡ് ആൻഡ് ലെതർ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്.
എന്തുവാ ആർട്ട്, ഇതൊക്കെ അങ്ങനത്തെ എന്തോ സംഭവങ്ങളൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കുറേ കാര്യങ്ങളാണിത്. എല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ്, നമുക്കറിയാം. ഉണ്ടാ ഇതൊക്കെ അയൺ ഏജിലുള്ളതാട്ടാ. അയൺ ഏജിലുള്ള വേർ ഫൗണ്ടഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ലേക്ക് ഓഫ്, ഇവിടുത്തെ ലേക്കിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം. സെക്കൻഡ് വേൾഡ് വാറിൽ കിട്ടിയിട്ടുള്ളതാണ്. അയൺ ഏജിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അത് നല്ല രസമല്ലേ, പഴയൊരു മനുഷ്യൻ്റെ കണ്ട അല്ല പഴയൊരു, ഇത് നമ്മുടെ പഴയൊരു മനുഷ്യൻ യാന്ത്രൽത്താലിൻ്റെ ഒരു രൂപമാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളിയാണ് കേട്ടത്. നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല രസമായിട്ടുള്ളൊരു രൂപമാണ്. ആൾ നല്ല ഹാപ്പിയാണ്. അതുപോലെ ആളുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതതിൻ്റെ സ്കള്ളാണത്, ആളുടെ വെച്ച് ആളൊരു ഡിസൈൻ, ആളുടെ സ്കള്ള് നല്ല രസമുണ്ട്. 1400 ഇയർ അഗോ എന്താ പറയുക, കാർവ് ചെയ്തെടുത്തുള്ളൊരു സ്റ്റോണാണ്. അത്രയും പഴക്കമുള്ളൊരു സ്റ്റോണാണ് കാണുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വെയിൽസ് ഭരിച്ചിട്ട് 700 അതിൻ്റെ ഒരു ഇതാണ്. ആളുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്, എനിക്കത് വായയിൽ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് വെൽഷ് നെയിമാണ്, കാണാം. അപ്പോൾ എന്താണ് ലെൽവൻ 4 എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ അതാണ് ആളുടെ പേര്. അപ്പോൾ ആളുടെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് വെയിൽസ് ആൻഡ് വൈക്കിങ്സ് എന്ന് പറയുന്ന ഇതാണ്, വൈക്കിങ്സിൻ്റെ ഒക്കെയാണ്. ഇൻക്ലൂഡ് കോയിൻസ് ഓഫ് ചാൾസ് ദി ബാൾട്ട്. പിന്നെ പിന്നെ ഇത് സ്വേർഡാണ്. ഗാർഡ് വാസ് ഫൗണ്ട് നിയർ ദി, ഇത് വൈക്കിങ്സിൻ്റെ സ്വേർഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് ഫേസ് റീകൺസ്ട്രക്റ്റ് ചെയ്താണ്. ഒരു ബോയുടെ ഏജ് 9 to 14 ഫേസ് റീകൺസ്ട്രക്റ്റ് ചെയ്താണ്. ഇതൊരു സ്കള്ളാണ്, അതിൻ്റെ ഫേസ് റീകൺസ്ട്രക്റ്റ് ചെയ്താണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇത് നേഴ്സിൻ്റെ ഏപ്രൺ ആണ്, നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുള്ള സപ്പോർട്ട് കിറ്റ് അങ്ങനത്തെ കാര്യങ്ങളും ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഡിക്ഷണറി അല്ലാതെ ഉണ്ട്. ഇത് പഴയ ടൈപ്പ് ഒരു ഡ്രസ്സാണ്. ഡോങ്കി മില്ലാണ്, ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ് കോണൊക്കെ. നമുക്ക് കാണാൻ പറ്റുന്ന റോമൻ വെയിൽസ് ആണ്. നിങ്ങൾക്ക് ഞാനൊരു വിധം എല്ലാതും ഓഡിയോ ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഗാലറി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെയിൽസിൻ്റെ കൂടുതലുള്ള കാര്യങ്ങളാണ്. പഴയ വെയിൽസിൻ്റെ കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ഗാലറിക്ക് പോകാം. കാണാം, ഇതൊരു ഗാലറിയാണ്. ജ്വല്ലറിയാണ് ഇത്, നിങ്ങൾക്ക് കാണാം. പണ്ടത്തെ രീതിയിലുള്ളൊരു ജ്വല്ലറി സ്റ്റൈലാണ്. അത് കുഴപ്പമില്ല. പണ്ട് യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളൊക്കെയാണ് ഇത്. ഇതിൽ കുറേ പാത്രങ്ങൾ പണ്ട് യൂസ് ചെയ്തൊക്കെയാണ്. കണ്ട, ഇതൊക്കെ പണ്ട് യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ്. അപ്പം അതിൽ ഇത് കണ്ട, ഈ ഗ്ലാസ്സൊക്കെ റോമൻ ഗ്ലാസ് എന്ന് പറയണേ. പിന്നെ കണ്ട പല ഇതുകളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് വെറൈറ്റി സാധനങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ അടുത്തതാണ്, നിങ്ങൾക്ക് കാണാം എന്തിനൊക്കെ അത് യൂസ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു കണ്ട കുക്കിംഗ് ഭാഗങ്ങളാണ്. കണ്ട ഫ്രൈ ഒക്കെ ചെയ്യണം. കണ്ട പണ്ടൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനത്തെ രീതിയിലുള്ള കുക്കിങ് കാര്യങ്ങളും അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, പണ്ടത്തെ കാര്യങ്ങളൊക്കെയാണ്, കുറേ വർക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇത് കാണാം, ഒരു ട്രാക്ടറിൻ്റെ ഇതാണ്, പണ്ടത്തെ ടൈപ്പ് കാണാം.
ഇത് പഴയ ഉടുപ്പുകളും ടോയ്സും ഒക്കെയാണ്. ഇത് പണ്ടത്തെ വാഷിംഗ് മെഷീനാണ്. ഇത് പണ്ടത്തെ റോയൽ എയർഫോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് വരുന്നത് കാണുന്നത്. അതിൽ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതാണ് കാരവൻ. ഇത് പഴയ കാരവനാണ്. പഴയ കാരവൻ്റെ സ്റ്റൈലാണ് ഇത് തന്നെ. നമുക്ക് കാണാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഡീറ്റെയിൽസൊക്കെ ഉണ്ട് ഇവിടെ. ഈ കാരവൻ്റെ ഉൾഭാഗമാണ് കേട്ടത്. ശരിക്കും ഒരു ഹൗസ് പോലെ കണ്ട. ഇവിടെ ബെഡും ബങ്കർ ബെഡും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ സോഫ, ഡൈനിങ് എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ കിച്ചണും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. നമ്മൾ ഗ്ലാസിൻ്റെ ഉള്ളിലാണ് എടുക്കണം കേട്ടത്. നമുക്ക് ഉള്ളിലേക്കാണ് കിടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതൊക്കെ പഴയ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇത് ജോൺ റോബർട്ട്സിൻ്റെ ഹാർപ്പാണ്. നമുക്ക് കാണാം. വീൽസിൻ്റെ പുറത്തൊക്കെ പഴയ ടൈപ്പ് അവരുടെ ടോയ്സൊക്കെയാണ് കാണുന്നത്. ചെറിയ കപ്പും അങ്ങനത്തെയൊക്കെ കളിക്കാനുള്ളത്, മിനിയേച്ചർ, പിള്ളേരെ അങ്ങനത്തെ ഡൊമസ്റ്റിക് സ്കില്ലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാം, ടോയ്സും കാര്യങ്ങളും പഴയ ടൈപ്പ്. ഇതൊരു രാജാവിൻ്റെ ബെഡാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് കാണാം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. ഒരു ഡിസൈനൊക്കെ ആയിട്ടുള്ളൊരു ബെഡാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ റൈസ് വാസ് എ വെൽഷ് ലോഡ് ഹൂ ലീവ്ഡ് അബൌട്ട് 500 years ago. ഒരു ലോഡാണ് കേട്ടത്. ഹി ഫോർട്ട് ബിസൈഡ് ദ ഹെൻറി ടൂഡർ ഇൻ ഹിസ് വാർ വിത്ത് റിച്ചാർഡ് 380 ചെയ്തിട്ടുള്ള ഒരു ലോഡുണ്ട്. 500 വർഷം പഴക്കമുള്ള ഒരു ബെഡാണ് നിങ്ങൾ കാണുന്നത്. പഴയ എന്താ പറയുക, ഫ്യൂണറലിന് വേണ്ടി കൊണ്ടുപോകുന്ന വണ്ടിയാണ്. നമ്മൾ ഇതിനുള്ളിൽ ഫ്യൂണറലിന് ബോഡി വെച്ച് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിലുണ്ട്. നിങ്ങൾക്ക് കാണാം, കണ്ട അതിലൊരു ബോഡി വെച്ച് കൊണ്ടുപോകുന്ന പടം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണിത്. പിന്നെ അതുപോലെ തന്നെ ഇതും അതുപോലെ ഒരു ടോംബാണ്. കാണാം, ഇത് ടൂമ്പാണ്. അതിൽ കാണാൻ പറ്റുന്നുണ്ട്, കണ്ട അസ്ഥിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ടൂമ്പാണ് ഇത്. പോപ്പുലർ കണ്ട അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യുന്നത്. ഗാർഡിയൻ ഓഫ് ടോം ലയൺ വെയർ പോപ്പുലർ ഗാർഡിയൻ. അതാണ് മുകളിലുള്ളത് ലയൻ്റെ. അതിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തുള്ളത്. ലയൺ വെയർ പോപ്പുലർ ഡെക്കറേഷൻ ഓഫ് ടോംബ് കോഫിൻ ലൈക്ക് ദീസ് റോമൻ വെയിൽസ്. റോമൻ വെയിൽസിൻ്റെ അവിടെ വന്നിട്ടുള്ളൊരു ടോംബാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എവിടേക്കൊക്കെ പോകേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നമുക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ മാപ്പ് കാണാം. ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്ന മെയിൻ എൻട്രൻസ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിലൂടെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ 2 ഗാലറീസ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്തേക്ക് പോവാണ്. ഫാങ്കിൻ്റെ ഫാമിലേക്കാണ് കടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാം. അവിടെ എന്തൊക്കെയോ ഇങ്ങനെ കയറി പിള്ളേർക്ക് കളിക്കാനും അതുപോലെ ക്ലൈംബ്, നമുക്കിപ്പോൾ വലിയവർക്കാണെങ്കിലും ക്ലൈംബ് ചെയ്യാനും കണ്ടില്ലേ, ഇത്തിരി അഡ്വഞ്ചറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതാണ് ഇനി കവർ ചെയ്യാൻ പോകുന്നത്. രസമുള്ളൊരു ഫാം പോലെയാണ്. നിങ്ങൾക്ക് കാണാം, ഷീറ്റ്സ് അതിനെ കാണാം. വളരെ രസത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പഴയ അയൺ ഏജിലൊക്കെ ഉള്ള എന്താ പറയുക ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ കാണിച്ചു തരാം. പ്ലാൻ ഗാർഡനാണ് വരുന്നത്. നമുക്ക് അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ഇതുമ്പോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ കയറി ഇങ്ങനെ നമുക്കതും കൂടെ പോകാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് കാസിൽ ആൻഡ് ഗാർഡൻസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ ഇത് കാസിലേക്ക് പോകുന്ന വഴിയാണ്. നിങ്ങൾക്ക് കാണാം, അതാണ് കാസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കാസിൽ. ഇതാണ് കാസ്റ്റിൽ വരുന്നത്. ഇതൊക്കെ കാസ്റ്റിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. ഇതൊക്കെ കാസ്റ്റിൻ്റെ ഉൾഭാഗമാണ്. ഗാർഡനൊക്കെയാണ് കാസ്റ്റിൻ്റെ കാണാം. ഇതൊക്കെ കാസ്റ്റിലുള്ള ബിൽഡിങ്ങാണ്. കാസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ളത് കണ്ടോ. ഇതാണ് ശരിക്കുള്ള കാസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഇതാണ് സെയിൻറ്റ് ഫാഗൻസ് കാസിൽ വരുന്നത്. നിങ്ങൾക്ക് കാണാം കാസിൽ
ഇതാണ് സെയ്ദ് ഫാഖൻ കാസിൽ. ഇതാണ് സെയ്ദ് ഫാഖൻ കാസിൽ. ഇത് കാസ്റ്റലിൻ്റെ ഉൾഭാഗമാണ്. അത് കാണാം, കാസ്റ്റലിൻ്റെ ഉൾഭാഗമാണത്. പഴയ രീതിയിലുള്ള ഇതൊക്കെയാണ് കാസ്റ്റൽ ഉൾഭാഗമാണ് ഇതൊക്കെ. മോളിക്കുള്ള സ്റ്റെയറാണ്. നമുക്ക് അങ്ങോട്ട് എൻട്രൻസ് ഇല്ല, നമുക്കിവിടെ വരെ ഉള്ളൂ. അതേപോലെ തന്നെ കാണാം. അല്ല, ഇതൊക്കെ കാസ്റ്റലിൻ്റെ ഉൾഭാഗമാണ്. നല്ല രസമുള്ള അവരുടെ കിച്ചണും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം നല്ല രസമുണ്ട്.